കൃഷിമന്ത്രി പി പ്രസാദ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ പ്രയാസമുണ്ടാകുന്നു. ഇതെല്ലാം അവിടെ കുന്നിടിക്കലും നിലനികത്തലിന്റെയും ഭാഗമായി ഉണ്ടായതാണ്. അപ്പോൾ അതിനെ മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കി അതിന്റെ സ്വാഭാവികമായ നീരൊഴുക്കിന് തടസ്സപ്പെടാത്ത തരത്തിലുള്ള നടപടികളാണ് ആറന്മുളയിൽ സ്വീകരിക്കേണ്ടത്. അതിനു പകരം അത് കരഭൂമിയായി അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഇനി ഏത് ഭൂമിയിലാണ് അവർ ഇത് നടപ്പിലാക്കാൻ പോകുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ആറന്മുളയിലെ പണ്ട് വിമാനത്താവളത്തിന് വേണ്ടി കണ്ടെത്തിയ ഭൂമിയാണ് എങ്കിൽ ഈ പ്രശ്നമുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അക്കാര്യത്തിൽ നിലപാടിനകത്ത് നമുക്ക് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുകയും ഇല്ല. വ്യവസായം വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് ഇവിടെ ഒരു പരിപാടിക്ക് വേണ്ടി നീങ്ങി അതൊക്കുന്നില്ല എങ്കിൽ അടുത്ത ഒരു പരിപാടി എന്നൊരു സമീപനം സ്വീകരിക്കണം. എന്ന് വെച്ചാൽ വിമാനത്താവളത്തോടുള്ള എതിർപ്പല്ല ഞങ്ങൾ ആരും രേഖപ്പെടുത്തിയത്. ഞങ്ങൾ രേഖപ്പെടുത്തിയത് ആറന്മുളയിലെ വയലുകൾക്ക് വധശിക്ഷ വിധിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അതിലാണ് ഞങ്ങൾ വിജയിച്ചത്. ആ വിജയത്തിൽ നിന്ന് വിജയത്തിന് ആധാരമായി തീർന്ന കാര്യങ്ങൾ സത്യവും ന്യായവും നീതിയുമെല്ലാം ഞങ്ങളുടെ പക്ഷത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. അല്ലാതെ ആരെങ്കിലും ഔദാര്യപൂർവ്വം നൽകിയൊരു വിജയമല്ല ആറന്മുളയിലുണ്ടായ സമരത്തിന്റെ വിജയം. ഞങ്ങൾ നേടിയെടുത്തത് നിയമത്തിന്റെയും ന്യായത്തിന്റെയും പക്ഷത്ത് നിന്നുകൊണ്ടാണ്. അപ്പോൾ ഭരണഘടന ഉറപ്പു നൽകുന്നതും നമ്മുടെ നിയമങ്ങൾ പറയുന്നതുമായ കാര്യങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അത് കേരളത്തിന്റെ ഹൈക്കോടതി മുമ്പാകെയായാലും ഗ്രീൻ ട്രിബ്യൂണലിന്റെ മുമ്പാകെയായാലും സുപ്രീം കോടതി മുമ്പാകെയായാലും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ കാര്യങ്ങളെല്ലാമാണ്. അപ്പം നിയമത്തിനും ആ നിയമം ഉറപ്പാക്കുന്ന ചട്ടങ്ങൾക്കും അനുസരിച്ച് മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ഇടപെടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾ വിജയിച്ചത്. ആ വിജയം നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും മാറ്റിവെക്കുന്നതിന് ഒരു കാരണവശാലും കഴിയുകയില്ല എന്നുള്ളതാണ് നിലപാട്. ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ റവന്യൂ വകുപ്പിനോട് കൃഷി വകുപ്പിനോടാണ് സർക്കാർ നോട്ട് വിട്ടിരിക്കുന്നത്. എന്ത് നിലപാടായിരിക്കും എടുക്കുക? CPI കൈയാളുന്ന രണ്ട് പ്രധാന വകുപ്പുകളാണ്. അല്ല, എനിക്കത് ഞാൻ രണ്ട് ഭാഗത്ത് നിൽക്കുകയാണ്. അല്ല, വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കെട്ടിടങ്ങൾ ഉയർന്നു പൊന്തുന്നത് മാത്രമല്ല വികസനം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വികസനവുമായിട്ടുള്ള തർക്കമല്ല ഇവിടെയുള്ളത്. ഇവിടെയുള്ളത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളോടുള്ള ഒരു എതിർപ്പാണ്, വികസനത്തോടുള്ള എതിർപ്പല്ല. വികസനം അത്യാവശ്യമാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബങ്ങളിലും സന്തോഷം എത്തുക എന്നുള്ളൊരു വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം. ഇവിടെ നമുക്കിതൊന്നും സന്തോഷിക്കെത്തിക്കാനുള്ളതല്ല. അത് ദുരിതവുമായിരിക്കും ഉണ്ടാവുകയല്ല. പിന്നെ ഞങ്ങളുടെ മുമ്പിൽ വന്ന ഒരു ഫയലിനകത്തെ കാര്യം മാത്രമേ ഉള്ളൂ. മറ്റു തലങ്ങളിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടായിട്ട് എനിക്കറിയില്ല. അത്തരം ചർച്ചകൾക്ക് എല്ലാം ഫയൽ വന്നു. ആ ഫയലിനകത്ത് ഞങ്ങൾ ഈ കാര്യം എല്ലാം പരിശോധിച്ചു. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ റിപ്പോർട്ട് വാങ്ങി, പത്തനംതിട്ടയിൽ നിന്നടക്കം റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്. അല്ലാതെ ഒരു പഴയ സമരത്തിന്റെ ഹാങ് ഓവർ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തതല്ല. ഈ കാര്യമെല്ലാം തന്നെ വെച്ചുകൊണ്ട് എനിക്ക് പ്രദേശം അറിയാവുന്ന ഒരാളാണെന്നുള്ള തരത്തിൽ അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് റിപ്പോർട്ടൊന്നും വരേണ്ടതില്ല എന്നുള്ള നിലപാടല്ല ഞാൻ സ്വീകരിച്ചത്. പത്തനംതിട്ടയിൽ നിന്നടക്കം കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടിൽ കൂടി കണക്കിലെടുത്ത് എല്ലാ തലങ്ങളിൽ നിന്നും വന്ന ആ ഫയലിനകത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ അറിവും എന്റെ പരിചയവും എനിക്ക് നേരിട്ട് അറിയാവുന്നതുമാണ് എന്നുള്ളത് കൊണ്ടുകൂടി ഞാൻ ആ കാര്യത്തിനകത്ത് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെ നിലപാടാണത്. ആ നിലപാട് ഇല്ല, അത് എങ്ങനെയായിട്ടാണ് ഫയൽ ബാക്കിയുള്ള നീക്കത്തെ കുറിച്ച് എനിക്ക് അറിയില്ല. അത് ക്യാബിനറ്റ് അത് ഇവരുടെ അപേക്ഷ ആദ്യം നേരിട്ടൊരു അപേക്ഷയായിട്ട് വരികയായിരുന്നു. രണ്ടാമത് വന്ന് റവന്യൂവിൽ നിന്നാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് ആ ഫയൽ വന്നത്. ആ കാര്യത്തിനാണ് അങ്ങനെ ഒരു ഞങ്ങളുടെ മറുപടി അതിനകത്ത് രേഖപ്പെടുത്തി അയച്ചിരിക്കുന്നത്. ഇല്ല, അതിന്റെ നിലപാട് എന്താണെന്ന് ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചുള്ളൂ. അവരുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനൊരു ചർച്ചയ്ക്ക് വന്നിട്ടില്ല ഈ സംഭവം. ഇല്ലില്ല, വന്നില്ല. അങ്ങനൊരു തർക്കത്തിന്റെ വിഷയമായിട്ട് എങ്ങും വന്നിട്ടില്ല. ഇത് ഇപ്പൊ ഒരു വാർത്ത വരുമ്പോൾ മാത്രമാണ് ഞാനും അത് അത്തരത്തിൽ നോക്കുന്നത്. ഇത് കുറെ ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഈ ഫയൽ അഭിപ്രായം രേഖപ്പെടുത്തി അയച്ചതല്ല. ആ നിലപാട് നമുക്ക് മാറാൻ നോക്കില്ല. ആത്യന്തികമായി നമ്മൾ ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടാകുമ്പോൾ 2018 പ്രളയത്തിന്റെയും 19 പ്രളയമെല്ലാം നോക്കുമ്പോൾ ആ മേഖല എങ്ങനെയാണ് നിന്നതെന്ന് മനസ്സിലാവും. അപ്പം നാളുകളിലും അതൊരു പ്രധാനപ്പെട്ട ഘടകമായി കണക്കാക്കുമ്പോൾ നമുക്ക് ആ വയലുകളെ സംരക്ഷിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം. അപ്പൊ അതുകൊണ്ട് അത്തരം ചിന്തയിൽ നിന്ന് മറ്റുള്ളവർ മാറണമെന്ന് എന്റെ അഭിപ്രായം. വൈകിട്ടത്തെ രാജ്ഭവൻ നടക്കുന്ന ഒരു പ്രഭാഷണത്തിൽ ഈ ഭാരതാംബയുടെ എന്ന് പറയുന്ന ചിത്രം വീണ്ടും വെക്കുമെന്നുള്ളതാണ് രാജ്ഭവന്റെ നിലപാടായി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ. അതിൽ പറയുന്നത് ദേശീയ പതാക ഉള്ള ഭാരതാംബയെ ആ ചിത്രം വെച്ചാൽ പോലും പങ്കെടുക്കില്ല എന്ന് കൃഷി വകുപ്പ് നിലപാടെടുത്തു. അല്ല, എന്റെ മുമ്പിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും ചിലപ്പോൾ അവർ ഉദ്യോഗസ്ഥരാരെങ്കിലും നമ്മൾ തർച്ചിട്ടുണ്ടാവാം. ഔദ്യോഗികമായൊരു ഭാരതാംബ ഇല്ല എന്നുള്ളതായിരുന്നല്ലോ ഞാൻ അന്നും പറഞ്ഞത്.
ഇപ്പോഴും അവർ അത് പറയുന്നില്ലല്ലോ. ഔദ്യോഗികമായ ഒരു ഭാരതാംബ ഇന്ത്യക്കുണ്ടോ? ആ ചോദ്യത്തിന് ആ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്തേ മറുപടി പറയാതിരിക്കുന്നത്? രണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഒരു കോംപ്രമൈസ് വരുന്നത്? ഇത് രണ്ട് വ്യക്തികൾ തമ്മിൽ തർക്കമാണ്. ഞാൻ ഇത്രയും കൂടി ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ പറഞ്ഞൊരു ചർച്ചയ്ക്ക് എന്തിനാണ് പോകുന്നത്? ഔദ്യോഗികമായ ഭാരതാംബ ഉണ്ട് എങ്കിൽ ഞങ്ങൾ ആ കൊടി മാറ്റിയിട്ട് ഈ കൊടി വെക്കാം എന്നൊക്കെ പറയേണ്ട ഒരു കാര്യവുമില്ലല്ലോ. അതിൽ തന്നെ അവർ ഉയർത്തിപ്പിടിച്ച ഒരു വാദഗതിയുടെ പൊള്ളത്തരം അദ്ദേഹത്തിന്റെ ലേഖനം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. എവിടെയാണ് ചർച്ച നടത്തേണ്ടത്? ഞാനുമായിട്ടാണോ ചർച്ച നടത്തുന്നത്? അപ്പൊ എന്നെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണോ? ഇന്ത്യക്ക് ഔദ്യോഗികമായൊരു ഭാരതാംബ ഇല്ലെന്നിരിക്കെ ഒരു കലാകാരൻ വിചാരിക്കുമല്ലോ അത്. അപ്പൊ ആ തരത്തിൽ അതിന്റെ പേരിൽ ചർച്ച സംഘടിപ്പിക്കുക, ഞങ്ങൾ ഇത് മാറ്റാം. അപ്പൊ ഇതെല്ലാം മാറ്റാവുന്നതല്ലേ ഉള്ളൂ. ഒരു ശാഠ്യവും പിടിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഒരു ഭാരതാംബയുടെ ചിത്രം ഇന്ത്യക്കില്ലാത്ത ഒരു സാഹചര്യത്തിൽ രാജ്ഭവൻ എന്തിനാണ് അനാവശ്യമായ ഒരു ശാഠ്യം പിടിച്ച് ഒരു വിവാദമുണ്ടാക്കി പരിസ്ഥിതി സംരക്ഷണം പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയെ കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നതിനെ കുറിച്ചാണ് ആ സുഹൃത്ത് മറുപടി പറയേണ്ടത്. അല്ല, അത് അവർക്ക് അവരുടെ പേഴ്സണൽ പരിപാടിക്കല്ല അവർക്ക്. അതും നമ്മുടെ രാജ്ഭവനിൽ വികൃതമാക്കപ്പെടുന്ന ഒരു നമ്മുടെ ഒരു ഭൂപടം വെക്കണോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? നമ്മുടെ ഇന്ത്യയുടേതല്ലാത്തൊരു ഭൂപടം എങ്ങനെയാണ് രാജ്ഭവൻ പോലെ ഏറ്റവും പ്രമുഖമായൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ വെക്കുക? ഇതാണ് ഭാരതം എന്ന് പറയുക. ഭാരതാംബയുടെ പിന്നിൽ വരുന്ന ഭൂപടം ഭാരതത്തിന്റെ ഭൂപടമല്ലേ? ആ ഭൂപടത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഭാരതത്തിന്റെ അല്ലാത്തൊരു ഭൂപടം വരിക? അതിനാണ് രാജ്ഭവൻ മറുപടി പറയേണ്ടത്. അത് മാറ്റിയിട്ട് ഇന്ത്യയുടെ ആ ഭൂപടത്തിലുള്ളത് രാജ്യത്തിന്റെ ഔദ്യോഗിക ഭൂപടമല്ല. അപ്പോൾ ആ ഭൂപടം വെക്കുന്നത് ശരിയല്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് കൃഷിമന്ത്രി പി പ്രസാദ്. അതോടൊപ്പം തന്നെ ആറന്മുളയിലെ ഈ പറയുന്ന ഭൂമിയിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, അത് തരം മാറ്റാൻ തയ്യാറല്ല എന്ന് തന്നെ കൃത്യമായി തന്നെ നിലപാട് ആവർത്തിക്കുന്നു കൃഷിമന്ത്രി പി പ്രസാദ്.